ഹായ് ഗൈസ്, നമുക്കൊരു ഫെയർവെൽ പാർട്ടിയുടെ വ്ലോഗ് കണ്ടാലോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഫെയർവെൽ പാർട്ടി നടന്നത് ലാസ്റ്റ് ഇയറിലാണ്. നമ്മൾ അയർലൻഡ് വരെ ഒന്ന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 5 മാസം തികയുന്നതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട് എത്തി. എന്തിനാണ് നമ്മൾ അയർലൻഡിലോട്ട് പോയതെന്നും അവിടുന്ന് എന്തിനാണ് തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട് വന്നതെന്നും ഒക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് വിശദമായിട്ട് വേറൊരു വ്ലോഗിൽ കാണാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെ എൻ്റെ ഓഫീസിൽ നിന്ന് വന്നതാണ്. ഇന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലെ ഈ ദിവസം. ഇന്ന് നമ്മുടെ മലയാളി ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും കടലയും പിന്നെ വേറെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ടിക്ക് വരുമ്പോൾ കാണാം. ആഹാ, നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണ്ടേ, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പം ഞാനൊരു ചെറിയ സാമ്പിൾ പുട്ടും കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാലോ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ ഓസ്ട്രേലിയ വന്നപ്പോൾ തൊട്ട് കാണുന്ന കുറച്ച് മലയാളീസ് ഉണ്ട്. വി ആർ ലൈക്ക് ഫാമിലി. അപ്പോൾ അവരെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് നമ്മളൊരു ചെറിയ പാർട്ടി വെച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും എത്തി. കുറേ ടൈം നമ്മൾ സംസാരിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഓസ്ട്രേലിയ വന്നപ്പം ഏകദേശം 2.5 years ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുത്തത്. അത് ഭയങ്കര ടഫായിരുന്നു ആ ഒരു ഡിസിഷൻ എടുക്കാനും. അതേപോലെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ എൻ്റെ പല വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയ ഈസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം എന്ന്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു പ്ലേസും അതേപോലെ ആൾക്കാരും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം മിസ് ചെയ്ത് പോകുമെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ദീപുനും ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം അങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളൊരു ഫെയർവെൽ സ്പീച്ചൊക്കെ കൊടുത്തു. കുറച്ച് ഇമോഷണലായി. ബട്ട് ഞാൻ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരയാത്തത് കൊണ്ട് ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ടു കൺട്രോൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നമ്മളെപ്പറ്റി ഓരോരോ വാക്കുകളൊക്കെ പറഞ്ഞു. ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ അസ്. ഈ ഒരു കുറഞ്ഞ ടൈമിൽ ഇവരുടെയൊക്കെ മനസ്സിൽ നമുക്കൊരു വലിയ സ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. ആൻഡ് തീർന്നില്ല കേട്ടോ, ഇത് സെക്കൻഡ് റൗണ്ട് ഓഫ് ഫെയർവെൽ പാർട്ടിയാണ്. ഇവരെയാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രാസിൽ വന്ന ദിവസം കാണുന്നത്. ആൻഡ് സ്റ്റിൽ വി ഹാവ് ദാറ്റ് വെരി ഗുഡ് ബോണ്ട്. ഭാഷ മലയാളം അല്ലെങ്കിലും പലതരം ഭാഷകൾ സംസാരിച്ചും നമുക്ക് നല്ല അടിപൊളി കണക്ഷൻ ഉണ്ടാക്കാമെന്ന് പ്രൂവ് ചെയ്തവരാണ് ദാ ഇവരെല്ലാവരും. നമ്മൾ ഒരുമിച്ച് കുറേ ട്രിപ്സ് പോയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് നൈറ്റ്സ് നമ്മളിരുന്ന് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. കുറേ ചിറ്റ് ചാറ്റ്സ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവരായിട്ട്. ഇവരെല്ലാവരും എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരാവശ്യത്തിനും ഏത് പാതിരാത്രി വിളിച്ചാലും ഓടിയെത്തും ഇവരെല്ലാവരും. ഞങ്ങൾക്ക് ഇവരുടെ കുറേ ഫുഡ് ഐറ്റംസ് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. ഈ മുറി ഫുള്ള് കോലാഹലമാണ്. അതെ, വീട് തലയും കുത്തി കിടക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഒരു സൈഡിൽ മൂവേഴ്സ് വന്നിട്ട് അവരുടെ പാക്കിങ്ങും മറ്റേ സൈഡിൽ നമ്മുടെ പാക്കിങ്ങുമായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ തെറ്റായി പോയെന്ന് മൂവേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ നേരത്തെ ഈ ഒരു ബോക്സിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇത്ര പാടില്ലായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ സ്പേസിനനുസരിച്ചാണ് പ്രൈസ് പറയുന്നത്. അപ്പം ഓരോ കാർട്ടൺ ബോക്സിലും 2 ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അവർ പാക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മളും കളത്തിലിറങ്ങേണ്ടി വന്നു. നമ്മളും കുറേ ഇരുന്ന് അവരുടെ കൂട്ടത്തിൽ പാക്ക് ചെയ്തു. പിന്നെ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ച് തെറ്റിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാത്രി വരെ പാക്കിംഗ് ആയിരുന്നു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ അന്ന് പോക്കേ നടക്കത്തില്ല എന്നുള്ള അവസ്ഥയായി. പാക്കിങ് മാത്രം പോരാ, നമ്മൾ ഈ വീട് എങ്ങനെയാണോ വാങ്ങിച്ചത് അതുപോലെ തന്നെ ക്ലീൻ ആക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കോഷൻ ഡെപ്പോസിറ്റ് മുഴുവനും അവരെടുക്കും. പാക്കിങ് ഒരു സൈഡ് നടക്കുന്നു. അതേപോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വിറ്റുപോകാനുള്ളതൊക്കെ എടുക്കാൻ ആൾക്കാർ വരുന്നു. അങ്ങനെ നല്ല തിരക്കായിരുന്നു. ഈ ഒരു സോഫ ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ വീട്ടിൽ ഞാൻ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഫ മാത്രമായിരിക്കും. ഈ പോകുന്നത് ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാർട്ടൺ ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ രാത്രിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. എന്തോ ഭാഗ്യത്തിന് ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് രാവിലെ. ആൻഡ് ഫൈനലി ആ ഒരു രാത്രിയിൽ നമ്മളെല്ലാവരും ഉറങ്ങാതിരുന്ന് എല്ലാം ക്ലീൻ ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിതാ 1 മണിക്കൂർ മുന്നേ പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഞങ്ങൾ പറഞ്ഞു വിടുമായിരുന്നു, നിങ്ങൾ പൊക്കോളായിരുന്നു പറഞ്ഞിട്ട്. അവരെല്ലാവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ക്ലീനിങ്ങും നടക്കത്തില്ലായിരുന്നു, ഞങ്ങളുടെ പോക്കും നടക്കത്തില്ലായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മാക്സിമം നമ്മൾ ക്ലീൻ ആക്കിയാണ് അപ്പാർട്ട്മെൻറ്റ് കൊടുത്തത്. പിന്നെ നമ്മൾ ഈ 3 വർഷം താമസിച്ചതിൻ്റെ വേറെ ടേറുണ്ട്. അത് നമ്മുടെ കോഷൻ ഡെപ്പോസിറ്റിന് മിക്കവാറും പിടിക്കുമെന്നാണ് തോന്നുന്നത്.
ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. ചേട്ടനും ചേച്ചി അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴും ഒക്കെ ഇവിടെയാണ് കേട്ടോ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മുക്കും മൂലയും ഞാൻ വീഡിയോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ ഏകദേശം 5 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതാ ഈ ഒരു ടാക്സിക്കാരനായിരുന്നു ദീപുവിനെ ഫസ്റ്റ് ഓസ്ട്രേലിയ വന്നപ്പം വീട്ടിലേക്ക് കൊണ്ടാക്കിയത് വിയന്നയിൽ. ഈ പുള്ളി തന്നെ വന്നു കേട്ടോ നമ്മളെ തിരിച്ച് ഓസ്ട്രിയയിൽ നിന്ന് നാട് കടത്താൻ. പിന്നെ കുറേ നാളായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഗ്രാസിലെ റിവറിലെ ബ്രിഡ്ജിൽ ഒരു ലവ് ലോക്ക് ഇടണമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ലവ് ലോക്കൊക്കെ ഇട്ടിട്ട് കീയെ ആ റിവറിലേക്ക് ഇട്ടു. ഇത്രയും നാളുണ്ടായിട്ട് ഈ ഒരു ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമുക്ക് ടൈം കിട്ടിയത്. അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോയ വഴിയാണ് ഇതൊക്കെ ഇട്ടത്. അവിടുന്ന് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി, ഫ്ലൈറ്റ് കയറി. രാവിലെ ആയതുകൊണ്ട് നമ്മളൊരിച്ച ഉറങ്ങിയിട്ടില്ല, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങി നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എത്തി. അവിടെ ചെന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ഡബ്ലിനിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ഡബ്ലിൻ എത്തി എന്ന് ഈ ഒരു മഴയും അതേപോലെ ക്ലൗഡി ആയിട്ടുള്ള വെതറൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി. ആൻഡ് എഗെയിൻ യാത്ര തീർന്നിട്ടില്ല. ഡബ്ലിനിൽ നമ്മൾക്ക് ഇനി കോർക്കിലേക്കാണ് പോകേണ്ടത്. സോ നമ്മുടെ ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് നമ്മളൊരു ടാക്സി എടുത്തു. കോർക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾക്ക് ഒരാളെയും കൂടെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, എൻ്റെ കസിനെ. സോ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ നേരെ അവൾ വർക്ക് ചെയ്യുന്നിടത്ത് എത്തിയത്. നമ്മളെ കണ്ടതും ആൾ ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം 2 വീക്സ് മുന്നേ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചപ്പോഴും അയർലൻഡിൽ വരുന്നതോ മൂവ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പ്ലാനും. നമ്മളിങ്ങോട്ടേക്ക് മൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നല്ലെന്നും ചോദിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഷീ വാസ് റിയലി ഹാപ്പി. നമ്മൾ നല്ല ടയേർഡായതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ കോർക്കിലേക്ക് പോയി. പോകുന്ന വഴിയെല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി ഈ ഒരു ലോങ് ജേർണി കഴിഞ്ഞിട്ട് നമ്മൾ കോർക്കിലെത്തി. കമ്പനി അക്കോമഡേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങോട്ടേക്കാണ് പോയത്. സെൽഫ് ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അവരൊരു പിന്നൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ പിന്നൊക്കെ അടിച്ച് നമ്മൾ കീ എടുത്തു. ആൻഡ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വീടൊക്കെ നോക്കി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ, ഈ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കി കോർക്കിലെ വിശേഷങ്ങൾ കുറച്ചൊക്കെ കാണാം എൻ്റെ വ്ലോഗിൽ. അവിടെ അച്ഛനും അമ്മയും വന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. സോ നമുക്കിനിയും അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.